ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഓണസദ്യക്കുള്ള അടുത്തൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിന്ന് ഏത്തയ്ക്ക ചിപ്സും ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഏത്തയ്ക്കയെല്ലാം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ തോട് ഇളക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് ഒരു ഭാഗത്ത്, അതായത് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നടുക്കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ട് കൈ കൊണ്ട് പൊളിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ വാഴയ്ക്കെല്ലാം ഒന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചിപ്സിനായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ചിപ്സിനെന്ന് പറയുമ്പോഴത്തേക്കും നന്നേ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ടറിൽ വെച്ച് അരിയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് ചിപ്സിനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഉപ്പേരിക്കായിട്ടാണ്. ഉപ്പേരിക്ക് അരിയുമ്പോഴത്തേക്കും കുറച്ച് ഈ കനത്തിലാണ് അരിയേണ്ടത്. അത് രണ്ടായിട്ട് കുറുകെ മുറിച്ചതിന് ശേഷം നമ്മുടെ ഈ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇത് രണ്ടും രണ്ട് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. ഞാനിവിടെ അടുപ്പിലാണ് കത്തിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ചിപ്സിനരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചിപ്സ് വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ വർഷത്തെ ഓണത്തിന് നമ്മളെ വീട്ടിൽ തന്നെ ചിപ്സും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം. ഉപ്പേരി ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത്. പിന്നെ ശർക്കര വരട്ടി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ, നന്നായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വാഴയ്ക്ക ചിപ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ഉപ്പേരിക്കുള്ള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉപ്പേരിക്കുള്ള അതിനെ കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പേരിക്കുള്ളത് കുറച്ച് കട്ടിയായിട്ടാണല്ലോ നമ്മൾ അരിഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആദ്യം നല്ല തീയിൽ തന്നെ ഇട്ട് വറുത്ത്, പിന്നെ തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. ഇത് ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. ആദ്യം തോന്നും, നമുക്ക് കാണുമ്പോഴത്തേക്കും വിചാരിക്കും നന്നായിട്ട് വറുത്ത് നല്ല ഫ്രഷ് ഇതായിട്ടുണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ആയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടണം കേട്ടോ. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ശരിയാവത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഇത് എടുത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവൂ കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചിപ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഈ ഉപ്പേരിക്കുള്ളതും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല. ഒരു ദിവസം വെച്ചിരുന്നതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ ഉപ്പേരി തയ്യാറാക്കിയത് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ വറുത്ത് ടിന്നിൽ വെച്ചിരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിയാണ് എടുത്തിട്ടുള്ളത്. അരി വറുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരി ഒന്ന് വറുത്തെടുത്തിട്ട് അതിൽ ജീരകം, ചുക്ക്, പിന്നെ നമ്മുടെ ഏലക്ക, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. വേണ്ട, ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ശർക്കര വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പരന്ന ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ട, ഇതാണ് നമ്മുടെ ആ പരുവം. നല്ല രീതിയിൽ വറുത്ത് ഇതാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇനി നമ്മുടെ ശർക്കര ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് അതൊന്ന് നമ്മുടെ കൈ കൊണ്ട് തൊടുമ്പോഴത്തേക്കും ഒരു നൂൽപ്പരുവമെന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമേ. ആ ഒരു കണക്കാകുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ ഉപ്പേരിക്കുള്ള വറുത്തത് ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ.
പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിസ്താരമുള്ള ഒരു ഉരുളി ആയിരിക്കണമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ അങ്ങ് ഒരു ഇടുങ്ങിപ്പോയി. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഒരു വലിയ പാത്രത്തിൽ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഈ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം കുറച്ചൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഈ പൊടിയെല്ലാം കൂടെ ഇതിൽ പിടിച്ച് വരുമ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് കട്ടിയായി വരും. അപ്പം ജസ്റ്റ് ഇത് ഒന്ന് ഇതിൻ്റെ ശർക്കരയുടെ ആ ഒരു ഇത് വറ്റി കിട്ടുന്നത് വരെ ഒരു 2-3 ഇതായിട്ട് ഈ നമ്മുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പേരിയായി തയ്യാറായി കിട്ടും. പിന്നെ ഇത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആകുമ്പോഴത്തേക്കും ശർക്കര പാനിയല്ലേ, അപ്പോൾ അത് മിക്സ് ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒറ്റ ഇതായി പോവും. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ശർക്കര ഉപ്പേരി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വിഭവമായിട്ട് നമ്മൾ വീണ്ടും നാളെ കാണുന്നതായിരിക്കും.